എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ കോട്ട ചെറുപുഷ്പ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയായിട്ട് ഉയർത്തിയിട്ട് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന റാലിയാണ്. മനോഹരമായ റാലിയാണ് എൻ്റെ ഈ പിന്നാലെ വരുന്നത്. അതായത് ഈ റാലിയിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇടവകയിലെ 100ഓളം കുട്ടികൾ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് അണിനിരക്കുന്ന മനോഹരമായ റാലിയാണ് ഈ പറയിലൂടെ വരുന്നത്. വികാരിയച്ഛൻ ഉൾപ്പെടെ ഈ ഇടവകയുടെ കൈക്കാരന്മാരുൾപ്പെടെ ഈ തിരുനാളിൻ്റെ കമ്മിറ്റികൾ ഉൾപ്പെടെ എല്ലാവരും ഫ്രണ്ടിലുണ്ട്. പിറകിലായിട്ട് ഈ കുട്ടികൾ അണിയിച്ചൊരുക്കിയ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വേഷവിധാനങ്ങളും ഒപ്പം തന്നെ അതിൻ്റെ പിറകിൽ ഇവിടുത്തെ വിശ്വാസികളെല്ലാം അണിനിരന്നുകൊണ്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള റാലിയാണ് ഈ ഇടവക പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടിയിലെ ഈ ചരിത്രമുറങ്ങുന്ന ഈ തെരുവ് വീതികളിൽ ഏറ്റവും മനോഹരമായിട്ട് തന്നെയുള്ളൊരു കാഴ്ചയാണ് ഈ കോട്ട ചെറുപുഷ്പ ഇടവക ദേവാലയത്തിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഈ മനോഹരമായിട്ടുള്ള റാലി. വിശുദ്ധ പ്രഖ്യാപനത്തിന്റെ 100ാം വർഷം ആഘോഷിക്കുന്ന അവസരത്തിൽ
100 കൊച്ചുത്രസ്യ പുണ്യവതിമാരെ അണിനിരത്തിക്കൊണ്ട് ഈ കോട്ട നഗരത്തിന്റെ തെരുവീതിയിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും കൊച്ചുത്രസ്യ പുണ്യവതി എത്രയോ അനുഗ്രഹമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഈ നഗരവീതിയിലൂടെ കടന്നുപോയ ഈ ഘോഷയാത്ര ഇതാ പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്കും ഈ പ്രോഗ്രാമിലേക്കും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അഭിമാനിക്കാം, നമുക്ക് ഇടവകയ്ക്ക് സ്വന്തമായിട്ടൊരു വിശുദ്ധയെ നൽകിയിട്ട് ആ വിശുദ്ധ 100 വർഷമായിട്ട് ഈശോയുടെ അടുക്കലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് 95 വർഷം നമ്മുടെ ഇടവകയെ ചേർത്ത് പിടിച്ച് ഇടവകയോടൊപ്പം നിന്നുകൊണ്ട് ഇടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ ഇടവകയുടെ ചരിത്രത്തിൽ കൊച്ചുത്രസ്യ പുണ്യവതി എത്രമാത്രം ഇടവകയോട് ആഴപ്പെട്ടിരിക്കുന്നു എന്ന് ഇവിടെയുള്ള ഓരോരുത്തരോടും ചോദിച്ചാൽ അറിയും. ഈ പൊട്ട ഇടവകയുടെ വളർച്ചയിൽ കൊച്ചുത്രസ്യായ പുണ്യവതിയുടെ കരങ്ങൾ കാണാൻ കഴിയും. നമുക്ക് നന്ദിയോടുകൂടി ആയിരിക്കാം ഇന്നത്തെ ദിവസം. ഈ ദിവസം നമുക്ക് ആഹ്ലാദത്തിന്റെ സന്തോഷത്തിന്റെ ദിനമാണ്. ഇത് ഈ ഇടവകയുടെ വലിയ അഭിമാനത്തിന്റെ അതുപോലെ തന്നെ ആഹ്ലാദത്തിന്റെ ദിനമാണ്. ഈ ദിനത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്റ്റേജിലേക്ക് നമ്മുടെ ശ്രദ്ധ വരികയാണ്. ഈ കൊച്ചുത്രസ്യ പുണ്യവതിയുടെ ജീവിതം മുഴുവൻ നമ്മളിവിടെ അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ്. സ്വർഗത്തിൽ നിന്നും ദൈവസ്നേഹത്തിന്റെ വരസൂനമാരിയ പുണ്യവതി ശിശുമാനസങ്ങളിൽ വിടരുന്ന ചെറുപുഷ്പമേ, ലിസ്യുവിൻ വിശുദ്ധയാ കൊച്ചുത്രേസ്യ, ലിസ്യുവിൻ വിശുദ്ധയാ കൊച്ചുത്രേസ്യ. അന്നു ഫ്രാൻസിലാൽ സോണി ലൂയിസലി ദമ്പതികൾ 9 നറുപൂക്കളേകി പൊന്നു തമ്പുരാൻ. 9ാമതായി വന്ന നന്മയുള്ള കൊച്ചുത്രേസ്യ ഇമ്പമാർന്ന പുണ്യഗാനം പോലെ വളർന്നു. ചെറുപുഷ്പം പൂത്തുലഞ്ഞ സുരവനികളിൽ അടരുമിതളി, ചെറുപുഷ്പം പൂത്തുലഞ്ഞ സുരവനികളിൽ അടരുമിതളി, വ്യക്തിവാക്കളെഴുതു വലിയ സുഹൃതഗന്ധമൂറിടുന്ന കഥകൾ പാടിടാം, കരളുണർന്നു പാടിടാം. ഏടത്തിമാരെ പോൽ ജീവിതം യേശുവിന് ഏകുവാനായെന്നും അവൾ കൊതിച്ചു.